പ്രൈസ്തലോ ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതയാമത്തിൽ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം യാക്കോബ് അപ്പോസ്തലൻ എഴുതിയ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം. ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പ്രിയ മക്കളെ, ദൈവത്തോട് അടുത്തു ചെല്ലുന്നവരുടെ സമീപത്താണ് ദൈവം അടുത്തു വരുന്നത്. നോക്കൂ, ദൈവിക കൽപ്പന അനുസരിക്കുന്നവർക്കാണ് ദൈവിക വാഗ്ദാനങ്ങൾ ലഭിക്കുന്നത്. ഇവിടെ ദൈവത്തിന്റെ ഒരു കൽപ്പനയാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ. ഹല്ലേലൂയ. അന്നേരം നിങ്ങളുടെ അടുക്കൽ ഞാൻ വരും. പ്രിയ മക്കളെ, നാം എന്തു ചെയ്യണം? നമ്മുടെ പാപങ്ങളെയെല്ലാം വിട്ടുതിരിഞ്ഞ് ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് യഥാർത്ഥ അനുതാപ ഹൃദയത്തോടെ ദൈവത്തെ സമീപിക്കുമ്പോൾ ദൈവവും അടുത്തു വരും. ആ നിമിഷം മുതൽ ദൈവിക അനുഗ്രഹവും സന്തോഷവും സമാധാനവും നമുക്ക് അനുഭവിപ്പാനിടയായിത്തീരും. എന്നാൽ നാം ഒരു കാര്യം ഓർക്കണം, യഹോവയോട് കൂടെ ഇരിക്കുമ്പോൾ യഹോവ നമ്മോട് കൂടെ ഇരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കാണ് കണ്ടെത്തുവാൻ സാധിക്കുന്നത്. യഹോവയെ നാം ഉപേക്ഷിക്കുകയാണെങ്കിൽ നമ്മെ ഉപേക്ഷിക്കും. നാം എപ്പോഴും ആ വസ്തുത ഓർക്കണം. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 11:28 പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയ മക്കളെ, നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അധിക ശ്രദ്ധയോടെ നമ്മൾ ഓർക്കണം, എല്ലാ ഉന്നത പദവിയിലും, അതായത് ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നവരെയല്ല ഇവിടെ യേശു വിളിക്കുന്നത്, അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയാ. അതുകൊണ്ട് നാം ഏതു സ്ഥിതിയിൽ കൂടി കടന്നു പോകുന്നു എന്നുള്ളത് കർത്താവപ്പച്ചൻ അറിയാം. നമ്മുടെ ഭാരവും പ്രയാസവും ദുഃഖവും എല്ലാം അറിയുന്ന അപ്പൻ നമ്മെ ആശ്വസിപ്പിക്കുവാൻ, നമുക്ക് വേണ്ടുന്നത് നൽകി തരുവാൻ, നമ്മെ വേണ്ടുന്ന ഹല്ലേലൂയ സ്ഥാനത്തെത്തിക്കുവാൻ അപ്പന് കഴിയും. ഹല്ലേലൂയ. ഇനി വചനം കേൾക്കുന്നവരിൽ ഹല്ലേലൂയ പലവിധ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. നാളുകളായിട്ട് രോഗാവസ്ഥയിലായിരിക്കുന്നവരായിരിക്കും. നാളുകളായിട്ട് സാമ്പത്തികമായിട്ട് പല ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. പക്ഷേ നമ്മെ അറിയുന്ന ദൈവം, ഹല്ലേലൂയ, ഉന്നതങ്ങളിൽ അധിവസിക്കുന്ന സകലത്തിന്റെ ഉടയവനായ ദൈവം പുരാതന ശൂന്യതകളെ പണികയും പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറയായി നിർജ്ജനമായിരുന്ന ശൂന്യ നഗരങ്ങളെ കേടുപോക്കുകയും ചെയ്യുന്ന അപ്പൻ, ഹല്ലേലൂയ, നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ ശൂന്യതകൾ മാറ്റിത്തരുന്ന അപ്പൻ, ഹല്ലേലൂയ, നിറവിന്റെ അനുഭവത്തിലേക്ക് നമ്മെ കടത്തിവിടുന്ന അപ്പൻ, ഹല്ലേലൂയ, നമ്മോട് കൂടെയുണ്ട്. പ്രിയ മക്കളെ, നമ്മുടെ ആവശ്യം ഇന്നതെന്നറിയുന്ന അപ്പൻ നമ്മളുടെ അടുക്കലേക്ക് കടന്നു വരിക. അതുകൊണ്ട് ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൽ നമുക്ക് 11-ാം വാക്യത്തിൽ ഹല്ലേലൂയ ഒരു നയീനിലെ വിധവയെ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അത് നോക്കൂ, പിറ്റേന്നാൾ അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അവൻ പട്ടണത്തിന്റെ വാതിലോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. നോക്കൂ, ഹല്ലേലൂയ, വിധവയായിരുന്ന ഏകജാതനായ ഹല്ലേലൂയ തൻ്റെ മകൻ വിധവയുടെ മരിച്ചുപോയി. ഹല്ലേലൂയ. പട്ടണത്തിൽ ഒരു വലിയ പുരുഷാരും അവളോട് കൂടെ ഉണ്ടായിരുന്നു. പ്രിയ മക്കളെ, ഹല്ലേലൂയ, ആ വിധവയ്ക്ക് തൻ്റെ ഏകജാതനായ മകൻ മരിച്ചുപോയി. അവൾ എന്താണ് ഹല്ലേലൂയ ചെയ്യേണ്ടത്? ആ നിലവിളിച്ച് അതിന്റെ പുറകെ പോകുകയാ. നമ്മുടെ അപ്പൻ, നമ്മുടെ നിലവിളി കേൾക്കുന്ന അപ്പൻ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും. നോക്കൂ, 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാര, എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും. നമ്മുടെ പ്രയാസങ്ങൾ അറിയുന്ന അപ്പൻ, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന കർത്താപ്പച്ചൻ നമ്മുടെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് നമ്മുടെ ശൂന്യതകൾ മാറ്റിത്തരും. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അതിന്മേൽ പ്രവർത്തിക്കും. ഹല്ലേലൂയ. ആർക്കും എല്ലാവരും പറഞ്ഞു കാണും, കരയേണ്ട എന്നൊക്കെ പറഞ്ഞു കാണും. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ കരയേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ അടുത്ത മറുപടി കൂടെ കാണുക. അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാര, എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിപ്പാൻ തുടങ്ങി. പ്രിയ
ദൈവമക്കളെ ഹാലലിയ മരിച്ച അവസ്ഥയിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഹാലലിയ എല്ലാവരും പുരുഷാരം ഒത്തിരി ഉണ്ട്, എല്ലാവരും അവളുടെ പുറകിലും അവളോട് കൂടെയും എല്ലാം ആശ്വാസ വാക്കുകളൊക്കെ പറഞ്ഞു കൊണ്ടുപോകുക. പക്ഷെ നമ്മുടെ അപ്പൻ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ ആശ്വാസത്തിനനുസരിച്ച് പിന്നെ സന്തോഷത്തിന്റെ മറുപടി നമുക്ക് നൽകി തരും. ഹാലലൂയ. ഇവിടെ നോക്കൂ, ബാല്യക്കാരൻ എഴുന്നേറ്റിരിക്കുക. ഹാലലൂയ. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിപ്പാൻ തുടങ്ങി. ഹാലലൂയ. അങ്ങനെ അങ്ങ് ഇട്ടേച്ചു പോവുകയല്ല ചെയ്തത്. അവൻ പിന്നെ മാതാവിനോട് ഒത്തൊരുമിച്ച് ഹാലലൂയ ഇരിക്കുന്നതായിട്ട് പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നമ്മെ പിടിച്ചു നിർത്തേണ്ടുന്ന സ്ഥാനത്ത് നമ്മെ പിടിച്ചു നിർത്തുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഹാലലൂയ. ഹാലലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. നോക്കൂ, അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ച്. ഹാലലൂയ. പ്രിയ മക്കളെ, നമ്മുടെ ദൈവം എത്ര വലിയവൻ. ഹാലലൂയ. നമുക്കിതുപോലെ നമുക്കും പല വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങൾ അപ്പൻ ചെയ്തതാണ് കാണും. ഹാലലൂയ. നമുക്ക് വേണ്ടുന്ന പല വിധത്തിൽ എല്ലാവരും നമ്മെ തള്ളിക്കളഞ്ഞ അവസ്ഥ വരെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് കാണും. പക്ഷെ അവിടെയെല്ലാം നമ്മെ താങ്ങി നടത്തിയ നല്ലൊരു പിതാവ് നമ്മോട് കൂടെയുണ്ട്. ഇന്ന് വചനം കേൾക്കുന്നവർക്കും സാക്ഷ്യം പറയുവാൻ അനേകം കാണും. ഹാലലൂയ. കർത്താപ്പച്ച നമ്മെ കൈവിടുകയില്ല. ഹാലലൂയ. പുരാതന ശൂന്യതകളെ പണിഞ്ഞ് ഹാലലൂയ അതിന്മേൽ അത്ഭുതം ചെയ്തു തരുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹാലലൂയ. പ്രിയ മക്കളെ, കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കുക. അതായത് ഇവിടെ പറഞ്ഞല്ലോ, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. നാം അപ്പന്റെ കരങ്ങളിൽ നമ്മെ തന്നെ അങ്ങ് സമർപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ അടുക്കളയിലേക്ക് കടന്നു വരുന്ന നല്ലൊരു പിതാവ്. ഹാലലൂയ. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന കർത്താവ്. ഹാലലൂയ. ഓരോ കാര്യങ്ങളും നമ്മുടെ ചിന്തനങ്ങളെല്ലാം അറിയുന്ന കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, അത്ഭുതങ്ങൾ നടത്തിത്തരും. ഹാലലൂയ. നമ്മളെ കർത്താവിന്റെ കരങ്ങളിൽ തന്നെ സമർപ്പിക്കുക. മാനുഷികമായിട്ട് നോക്കുമ്പോൾ പ്രിയ മക്കളെ, ഹാലലൂയ, പലരും നമ്മളെ സഹായിച്ചെന്നിരിക്കാം. പക്ഷെ ആ സഹായത്തിനൊക്കെ ഒരു പരിമിതിയുണ്ട്. അവര് ചിലപ്പോൾ അത് വിളിച്ചു പറഞ്ഞെന്നിരിക്കാം. പക്ഷെ നമ്മുടെ കർത്താവ് നമുക്കൊരു സഹായം തന്നെങ്കിൽ അത് നമ്മളുടെ പരിമിതിക്ക് അനുസരിച്ചല്ല, അതിലുപരിയായിട്ട്, നമ്മൾ നിശ്ചയിക്കുന്നതിലുപരിയായിട്ട് നമ്മുടെ കർത്താപ്പച്ചൻ വേണ്ടുന്നിടത്തോളം തരുവാൻ ശക്തനാണ്. ഹാലലൂയ. ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. കർത്താവിന്റെ കരത്തിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം വെക്കുമ്പോൾ, യേശു അപ്പന്റെ അടുക്കലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ, നമ്മൾ ചിന്താകുലങ്ങളാൽ പിന്നെ ഭാരപ്പെടേണ്ട ആവശ്യം ഉണ്ടാകുകയില്ല. നമ്മുടെ ആവശ്യം നമ്മുടെ അപ്പൻ നിറവേറ്റി തരും. ഹാലലൂയ. നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ അങ്ങ് സമർപ്പിക്കുക. ഹല്ലേലൂയ. യഹോവയോട് കൂടെ അടുത്തിരിക്കുന്ന സ്വഭാവം നമുക്കുണ്ടായിരിക്കണം പ്രിയ മക്കളെ. ഹല്ലേലൂയ. നമ്മെ ഉപേക്ഷിക്കാത്ത അപ്പൻ. ഹല്ലേലൂയ. കർത്താപ്പച്ചൻ പറഞ്ഞല്ലോ, അപ്പനെ ഉയർത്തുന്നവരായിരിക്കണം. ഹാലലിയ. പറ്റിപ്പിടിക്കുന്ന ഹാലലിയ ആ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കർത്താവിനെ ഒരിക്കലും നമ്മൾ കൈവിടല് പ്രിയ മക്കളെ. നമ്മൾ കൈവിട്ടാൽ നമ്മെ ഹാലലൂയ അത് പിന്നെ ചേർത്ത് പിടിക്കുവാൻ കഴിയത്തില്ല. നാം അപ്പനെ ചേർത്ത് പിടിക്കുന്നവരായി കൈവിടാതെ എപ്പോഴും ഹല്ലേലൂയ ചേർത്ത് പിടിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ പറയുന്നുണ്ടല്ലോ, 91 സങ്കീർത്തനം 14 വാക്യത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുക, ഞാൻ അവനെ ഉയർത്തും. ഹല്ലേലൂയ. നമ്മെ ഉയർത്തുന്ന നല്ലൊരു പിതാവാ നമ്മോട് കൂടെ. അതിനൊരു കാരണമുണ്ട്. നാം കർത്താപ്പച്ചനോട് പറ്റിയിരിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കണം, അപ്പനെ ചേർത്ത് പിടിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കണം. ഹാലലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ പ്രിയ മക്കളെ. അപ്പാ, എന്നോട് കൂടെ ഇരിക്കണേ അപ്പാ. കർത്താപ്പച്ച എന്നെ പണിതെടുക്കണമേ, ദിനംതോറും അപ്പന് കൊള്ളാകുന്ന മക്കളാക്കി ഞങ്ങളെ എടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ദൈവത്തോട് അടുത്തു ചെല്ലുന്ന സ്വഭാവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതം
ജീവിതത്തിലും എൻ്റെ അപ്പനോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥ ഓരോ മക്കൾക്കും ഉണ്ടാകുവാൻ ഇടയാകണം. കർത്താവെ, അതിനുവേണ്ടി ഒരുക്കണമേ അപ്പ. ഇന്നത്തെ ദിവസം എല്ലാവരും ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, നിത്യതയ്ക്ക് വേണ്ടി ദിവസം ഒരുങ്ങി കാത്തിരിക്കുന്നവരായി, വെച്ചിരിക്കുന്നവട്ട് സ്ഥിരതയോട് ഓടുന്നവരായി തീരുവാൻ ദൈവം സഹായിക്കണമേ. കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.